السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിനസ്രിൽ അസീസ് വിശുദ്ധ ഖുർആൻ നൽകുന്ന വിശദീകരണങ്ങൾ. സൂറ ബഖറയിലെ 48-ാമത്തെ വചനം, ബനി ഇസ്രായേലുകൾക്ക് നാം നൽകിയ അനുഗ്രഹങ്ങൾ അവരെ ലോകത്തിലെ ഏറ്റവും സമുന്നത സമുദായമാക്കി. ജനങ്ങൾ ഒരുപാട് പ്രദേശങ്ങളിൽ ഞാൻ സൃഷ്ടിച്ചിട്ടതായിട്ടുണ്ടായിരുന്നെങ്കിൽ ബനി ഇസ്രായേലുകളെ ഏറ്റവും ശ്രേഷ്ഠരായ ജനതയാക്കി അവരെ നാം അനുഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചു. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. മില്യൺസ് ഓഫ് പീപ്പിൾ ലിവ് ഇൻ ദിസ് വേൾഡ്. ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ഭൂമുഖത്ത് കഴിയുന്നുണ്ട്. ദ ഇസ്രായേലിറ്റ്സ് വെയർ ദ മോസ്റ്റ് ഫോർച്ചുനേറ്റ് വൺസ്. അതിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ ജനത ഇസ്രായേലുകളായിരുന്നു. ആൻഡ് ദിസ് വാസ് അല്ലാഹ്സ് ചോയ്സ്. അതൊരു വിവേചനം കാണിച്ചതാണോ എന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നുന്നു. ഇസ്രായേലുകൾക്ക് ഇത്രയും വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തു. ആൻഡ് ദിസ് വാസ് അല്ലാഹ്സ് ചോയ്സ്. ഇത് അള്ളാഹുവിൻ്റെ ഇഷ്ടമായിരുന്നു. ഇസ്രായേലുകളെ സമുന്നതമായ ലോക ജനതകൾക്ക് മാതൃകയാക്കി കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം. അവൻ ആ നിലയിൽ അത് ചെയ്തതാണ്. നോ വൺ ക്യാൻ ഒബ്ജക്റ്റ് ടു ഹിസ് വിൽ. അവൻ്റെ ഇച്ഛയ്ക്ക് എതിരായിട്ട് ആർക്കും തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഹി വാണ്ടഡ് ടു മേക്ക് ദം പ്യുവർ. അല്ലാഹു തആല ഈ ജനതയെ പരിശുദ്ധരാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചു. ഹി വാണ്ടഡ് ടു മേക്ക് ദം പ്യുവർ ആൻഡ് എ മോഡൽ ഫോർ ഹ്യൂമാനിറ്റി. മാനവ സമൂഹത്തിന് സമുദായത്തിന് ഒരു മാതൃകയാക്കുവാൻ അവരെ നിങ്ങളൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മാനവകുലം ഏകദൈവ ആരാധനയിലേക്കും ദൈവികതയിലേക്കും നടന്നു നീങ്ങണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ, ദേ റിജക്റ്റഡ് ഓൾ ദ മെസ്സഞ്ചേഴ്സ് ആൻഡ് പ്രോഫറ്റ്സ്. അവരിലേക്ക് അനുഗ്രഹമായി സമുന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് വേണ്ടി, ലോക ജനതകൾക്ക് മാതൃകയാക്കി മാറ്റുന്നതിന് വേണ്ടി അവരെ അനുഗ്രഹിച്ചപ്പോൾ അവരിലേക്ക് ദൂതന്മാരെ, സന്ദേശവാഹകരെ അയച്ചപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ദേ റിജക്റ്റഡ്. ദൗർഭാഗ്യവശാൽ അവർ അത് നിരസിക്കുകയാണ് ചെയ്തത്. ആൻഡ് ദേ ഈവൻ കിൽഡ് സം ഓഫ് ദം. അതിൽ ചിലരെ കൊല്ലാൻ വരെ അവർ ശ്രമിച്ചു. ഈവൻ കിൽഡ് സം ഓഫ് ദം. അവരിൽ ചിലരെ കൊന്നു. അപ്പോൾ ആ നിലയിൽ വരെ അവർ പ്രവാചകന്മാരോട് ശ്രമിച്ചു. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 15-ാം നൂറ്റാണ്ടിൽ, ഹിജറ 15-ാം നൂറ്റാണ്ടിൽ ഒരാൾ വന്നു. മൗറീഷ്യസിലുണ്ട്. കഴിഞ്ഞ 10-23 വർഷമായിട്ട് അദ്ദേഹം ഈ കാര്യം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രതിനിധിയായിട്ട് എന്നെ അള്ളാഹു തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുകയാണ്. ധർമ്മോപദേശം നടത്താൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന് അവിടെ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ, ലോകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ പോലും സാധിക്കാത്ത നിലയിൽ അക്രമികളെ കൊണ്ട് പെരുകിയിരിക്കുന്നു. ഒരു ദൂതൻ ഈ ഭൂമിയിലൂടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്,
അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, അവൻ സൗകര്യപ്പെടുത്തിയിരിക്കുന്നതാണ്. പക്ഷേ അവൻ്റെ സന്ദേശവുമായിട്ട് വരുമ്പോൾ ഒരാളെ ലോക ജനത സമീപിക്കുന്ന രീതി, ഇത് മുൻകാല ചരിത്രം ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ കരുതി. പക്ഷേ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഇത് പുലരുകയാണ്. ഇത് ഈ ദൂതനെ അള്ളാഹ് അയച്ചു എന്ന് പറയുന്ന ആളിന് ആർക്കും വേണ്ട. അദ്ദേഹം പരസ്യമായിട്ട് കഴിഞ്ഞ 10-23 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, എന്നെ അള്ളാഹു തആല നിയോഗിച്ചിരിക്കുകയാണ് ലോക ജനതയ്ക്ക് വേണ്ടി. ഈ കാര്യം എന്തിന്? ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടാണ്. ഈ പാത നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. അപ്പം മുൻകാലത്ത് വന്ന ഏതൊരു ജനതയെ അള്ളാഹു തആല ലോക ജനതയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ ആ ലോക ജനതയിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവർഷം പ്രവാചകന്മാർ, ദൂതന്മാർ മൂലം ഇറക്കപ്പെട്ടപ്പോൾ അവരെ കൊല്ലാൻ വരെ മടിച്ചില്ല. അവരെ തിരസ്കരിക്കുക മാത്രമല്ല, ചിലരെ കൊല്ലുകയും ചെയ്തു. ഫ്രം ദീസ് വേഴ്സ്, ഈ വചനത്തിൽ നിന്നും വി ക്യാൻ ലേൺ, നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദാറ്റ് ആൾസോ ദാറ്റ് വെൻ അല്ലാഹ് ചൂസസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു വർക്ക് ഫോർ ഹിസ് യൂണിസിറ്റി, അള്ളാഹുവിൻ്റെ ഏകത്വത്തിനു വേണ്ടി ഒരു സംഘം ആളുകളെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുമ്പോൾ, വെൻ അല്ലാഹ് ചൂസസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു വർക്ക് ഫോർ ഹിസ് കാസ്, ഫോർ ഹിസ് യൂണിസിറ്റി, അള്ളാഹുവിൻ്റെ തൗഹീദിനു വേണ്ടി, ഏകത്വത്തിനു വേണ്ടി ജോലി ചെയ്യുവാൻ ഒരു വിഭാഗം ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ, ഇതൊരു തിരഞ്ഞെടുപ്പാണ്. അള്ളാഹുവിൻ്റെ വഴിയിൽ അവനെ മാത്രമേ ആരാധിക്കാവൂ, അവൻ്റെ കൽപ്പനകൾക്ക് മാത്രമേ വിധേയമായിട്ട് നിങ്ങൾ ജീവിക്കാവൂ. ഇഹലോകത്ത് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ശക്തിയും ഒക്കെ നൽകിയിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതം നയിക്കരുത് എന്ന് പറയുവാനും അത് പഠിപ്പിക്കുവാനും അത് ഓർമ്മപ്പെടുത്തുവാനും വേണ്ടി നമ്മളിലേക്ക് ഒരാൾ വരുമ്പോൾ, അവരിൽ ഒരു വിഭാഗം ആളുകൾ അതിന് തയ്യാറാവുമ്പോൾ, ഹി സെൻസ് ഡൗൺ മെനി സയൻസ് ആൻഡ് ഡിവൈൻ റെവലേഷൻസ്, അപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്യും? അവരിലേക്ക് അനേകം അടയാളങ്ങളും ദൈവിക ദൃഷ്ടാന്തങ്ങളും ഒക്കെ ഇറക്കും. അത് ഈ 10-23 വർഷക്കാലം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏത് കാര്യമാണ് ഇവിടെ പുലരാതിരുന്നത്? ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ലോക ജനതയെ അതിലേക്ക് താക്കീത് നൽകിയ കാര്യങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുന്നതിലേക്ക് സമൂലമായ നാശമല്ല. ആ നിലയിൽ ലോക ജനത കൊറോണ ഉൾപ്പെടെയുള്ള മാരകമായ മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടതാണ്. അത് ലോകം അനുഭവിച്ചു. പക്ഷേ ആരും മനസ്സിലാക്കിയില്ല. പോയവരങ്ങ് പോയി. ഇരിക്കുന്നവരൊക്കെ അതിനേക്കാൾ വലിയ ഭീകരന്മാരായി മാറുകയാണ് ചെയ്തത്. അവരുടെ മനസ്സൊന്നും കഠിനകഠോരമായി പോയി. അവരിലൊരു അനുകമ്പയില്ല, അനുതാപമില്ല, ഞാനെന്ന ഭാവം ഓരോ വ്യക്തിയിലും കടന്നുകൂടി. അവരൊക്കെ ദൈവനിഷേധികളും ദൈവകൽപ്പനകൾക്ക് അവർ നാവ് കൊണ്ട് പറയുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ അതിൻ്റെ ആളുകളെന്നോ. അങ്ങനെ അല്ല. അവരിൽ ആ അനുകമ്പ, ദയ, ആർദ്രത, സൗഹാർദ്ദത, സ്നേഹം എന്നിത്യാദി ഗുണങ്ങൾ നഷ്ടമായി പോയിരിക്കുന്നു. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ആൾ വരുന്നത്. അത് നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയണ്ടേ? ഒരു ആർദ്രത വേണ്ടേ? ഒരു സഹനത വേണ്ടേ? ഒരു ക്ഷമ വേണ്ടേ? ഈ മൂല്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തെ സമീപിക്കണമെന്ന് പറയുമ്പോൾ ഈ മൂല്യങ്ങളെല്ലാം തകർത്തെറിഞ്ഞിട്ട് സ്വാർത്ഥപരമായ കാര്യങ്ങൾ മാത്രം നോക്കിക്കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു ജനതയെ എങ്ങനെ ഉയർത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല അങ്ങനെ ഒരു ജനതയെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഹീ സെൻസ്, ഈ ലോക ജനതയെ മുഴുവൻ അവൻ അനുഗ്രഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി മാനവകുലത്തെ മുഴുവൻ സമാദരിക്കുന്നതിന് വേണ്ടി ഒരു ലീഡറെ തിരഞ്ഞെടുത്തു. അദ്ദേഹം നൽകുന്ന അതിമഹത്തായ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അത് ഖിയാമത്ത് നാൾ വരെ ഇത് കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഓരോ നൂറ്റാണ്ടിലും അതിൻ്റെ ആവിർഭാവം ഉണ്ടാവും എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ നേരെ കണ്ണടച്ചിട്ട് ഇവിടെ കുറേ അഭ്യാസങ്ങൾ കാണിച്ചു നടത്തുകയാണ്. അപ്പോൾ ഹി സെൻസ് ഡൗൺ മെനി സയൻസ് ആൻഡ് ഡിവൈൻ റെവലേഷൻസ് ടു റിമൈൻഡ് ദം ഓഫ് ദ ഫേവേഴ്സ്, അവരെ ഓർമ്മപ്പെടുത്താൻ അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ. ഹി ബെസ്റ്റോഡ് അപ്പോൺ ദം
ആൻഡ് ദേ ആർ ട്രൈഡ് ഇൻ ആൾ സോർട്സ് ഓഫ് ഡിഫിക്കൽട്ടീസ്. അങ്ങനെ വരുമ്പോൾ എല്ലാവിധ ഇവർ യഥാർത്ഥമായിട്ട് എന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിയോഗിച്ച ദൂതനെ വിശ്വസിക്കുന്നു, അവർ അള്ളാഹുവിൽ ആത്മാർത്ഥമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണോ എന്നറിയാൻ വേണ്ടി ദേ ആർ ട്രൈഡ് ഇൻ ഓൾ സോർട്സ് ഓഫ് ഡിഫിക്കൽട്ടീസ്. അവർക്ക് എല്ലാവിധ പ്രയാസങ്ങളും നൽകിയായിരിക്കും അവരെ പരീക്ഷിക്കുന്നത്. ചുമ്മാ അങ്ങ് കയറ്റി ഇരുത്തുന്നതല്ല, മുകൾ ക്ലാസ്സുകളിലേക്ക് നല്ലതുപോലെ പരീക്ഷകൾ നടത്തിയതിന് ശേഷം മാത്രമേ മുകൾ ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കുകയുള്ളൂ. സോ വാസ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഹു വെൻ ത്രൂ മെനി ട്രയൽസ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സന്തതികളെയും അല്ലാഹു തആല വളരെ വലിയ പരീക്ഷണങ്ങൾ നടത്തി, പരിശോധനകൾ നടത്തി, ഇവരുടെ നിലവാരം എങ്ങനെ ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടി അവരെ തിരഞ്ഞെടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു ആഗ്രഹിച്ചു. അതിൻ്റെ ഇതായിട്ട് അവരെ പരീക്ഷണങ്ങൾ അവരിലേക്ക് നടത്തി. അല്ലാഹു തആല തുടർന്ന് ആ വചനത്തിന് ശേഷം ലോക ജനതയിൽ സമുന്നത സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്തുവാൻ അല്ലാഹു ആഗ്രഹിച്ചു. അവരിലേക്ക് അല്ലാഹു തആല ആ അനുഗ്രഹവർഷം നൽകിയത് പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടാണ്. ഈ പ്രവാചക ഉപദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം നയിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സമുന്നതമായ സ്ഥാനത്തേക്ക് എത്താമെന്നുള്ളത്. ഇതുപോലെ മുഹമ്മദിയ ഉമ്മത്തിലും അല്ലാഹു തആല നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ്. ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല ആരുണ്ട്? നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ഉത്തമമായ മാതൃക കാണിക്കുവാൻ കഴിയാതെ നമ്മളും ഓരോരോ വീടുകളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ ഈ പരമമായ സത്യം പറഞ്ഞാൽ അവർ അത് വിശ്വസിക്കുന്നില്ല. നമ്മൾ ആത്മപരിശോധന നടത്തി നോക്കണം. നമ്മുടെ സഹോദരന്മാർ ഒരുമിച്ച് ഒരു ഗർഭപാത്രത്തിൽ വളർന്നു വന്ന നമ്മുടെ സഹോദരങ്ങൾ ഈ പരമമായ സത്യം അവരുടെ മുമ്പിൽ പറഞ്ഞാൽ അവരത് അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. നമ്മുടെ സഹോദരിമാർ, സഹോദരി, പുത്രന്മാർ, പുത്രിമാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ, വൈവാഹിക ബന്ധത്തിലൂടെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെ ഈ പരമമായ സത്യവും യാഥാർത്ഥ്യവും അവരുടെ മുമ്പിലേക്ക് പറയുമ്പോൾ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കളയുകയും ചെയ്യുന്ന അവരുടെ കാൽ കീഴിൽ വീണ്ടും അടിമ ജീവിതം ജീവിച്ചുകൊണ്ട് നിങ്ങൾ ഈ ദീനുൽ ഇസ്ലാം, ഈ തൗഹീദ്, ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മുൻകാലങ്ങളിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. നിങ്ങളെ ശ്രേഷ്ഠ സമുദായമാക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. നിങ്ങളെ അതിതീവ്രമായ നിലയിൽ പരീക്ഷിക്കും. ഈ പറയുന്ന ആളുകളിലേക്ക് ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ എൻ്റെ സഹോദരന്മാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ, കൂട്ടുകാർ, എനിക്കറിയാവുന്ന സമസ്ത ആളുകളിലേക്കും ഈ പരമമായ സത്യം ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല നിയോഗിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ വന്നവർ തന്നെ ചുമ്മാ ചവിട്ടി നിൽക്കുന്നതേ ഉള്ളൂ യഥാർത്ഥമായ നിലയിൽ. അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ആ നിലയിലൊന്നും യഥാർത്ഥമായ നിലയിലുള്ള വിശ്വാസമല്ല ഇതിൽ വന്നിട്ടുള്ള ആളുകൾ. അവരെ കഠിനമായിട്ട് പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അല്ലാഹു ലിസ്റ്റിലേക്ക് എടുത്തു. എന്നിട്ട് തുടർന്ന് പറയുക, നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ വത്തഖൂ, നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണം. യൗമൻ, ഒരു ദിനത്തെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങൾ ഓരോരുത്തരായിട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ ഒരു അഭ്യാസവും നടക്കത്തില്ല. വത്തഖൂ യൗമൻ, ഒരു ദിനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിസൂക്ഷ്മത ഉണ്ടായിരിക്കണം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാത്മാവും മറ്റൊരാത്മാവിന് വേണ്ടി ഒന്നും ചെയ്യാനൊക്കാത്ത ഒരു ദിവസം. മരിച്ചിങ്ങനെ കിടക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, അതുവരെ നിങ്ങൾ ഈ ലോകം കീഴടക്കിക്കൊണ്ടിരുന്ന ഈ ലോകത്ത് നിന്ന് നിങ്ങൾ അപ്രത്യക്ഷമാവുകയാണ്. ആ പോയിന്ന് അവസാനിക്കണ്ട, ബോഡിയേ ഉള്ളൂ ഇവിടെ. ആത്മാവ് ഇതിൽ നിന്നും മാറിയത് കൊണ്ടാണ് ആ ബോഡി അങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ അവൻ ഇവിടെ ജീവിച്ച് തന്നെ ഇരിക്കാമായിരുന്നു. ഇത് മുൻകൂട്ടി അല്ലാഹു തആല പറയുകയാണ്.
നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണം യൗമൻ, ഒരു ദിവസത്തെ സംബന്ധിച്ച്. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാത്മാവും മറ്റൊരാത്മാവിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, ഒരാളിൻ്റെയും ഒരു ശുപാർശയും ആ ദിനത്തിൽ സ്വീകരിക്കില്ല. അയ്യോ, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ പിതാവാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ കൂട്ടുകാരാണ്, അല്ലാഹ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരാളിൻ്റെ ശുപാർശയും അവിടെ സ്വീകരിക്കത്തില്ല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ. ഇനി കുറച്ച് എന്തെങ്കിലും സാധന സാമഗ്രികൾ ഉണ്ടെങ്കിൽ കൊടുത്ത് ഞാൻ നഷ്ടപരിഹാരം തരാം, ഈ ആളെ ഒന്ന്, എൻ്റെ പിതാവ് വളരെയധികം തെറ്റും കുറ്റവും ഒക്കെ ചെയ്തു പോയി, ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറച്ച് നഷ്ടപരിഹാരം കൊടുത്ത് രക്ഷിക്കാമെന്ന് ഒരു മക്കൾ വിചാരിച്ചാലും സാധിക്കില്ല. ആർക്കും ഒന്നും ചെയ്യാനോ. ഓരോരുത്തരും എന്താണോ പ്രവർത്തിച്ചത് അതിനുള്ള ഫലം അല്ലാഹു തആല തരുന്നതിന്. അങ്ങനെ ഒരു ദിവസമുണ്ട്. വലാ യുഖദു മിൻഹാ അദ്ലുൻ, ഒരാളിൻ്റെ ഒരു കോമ്പൻസേഷനും നഷ്ടപരിഹാരവും അല്ലാഹു തആല സ്വീകരിക്കാത്തതിന്. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. നമ്മളെ പ്രസവിച്ച് വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ എവിടെ? നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ നമ്മൾ പ്രസവിച്ച് വളർത്തിയ നമ്മുടെ മക്കൾ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. അവരൊക്കെ എവിടെ? അപ്പോൾ അല്ലാഹു തആല അവൻ്റെ നടപടിക്രമങ്ങൾ ഈ ഭൂമുഖത്ത് നടപ്പിലാക്കുന്നു. ഭൂമിയിൽ ശാന്തിയും സമാധാനവും സുരക്ഷയും ഒരുക്കുന്നതിനായിട്ട്, അതുപോലെ പാരത്രിക ലോകത്തും അവർക്ക് സുരക്ഷിതമായ താവളം ഒരുക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരോടുള്ള അനുകമ്പയുടെ പൂർത്തീകരണമായിട്ട് ദൂതന്മാരെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നു. അവരെ തള്ളിക്കളയുന്ന ലോകത്തിന് എന്ത് പ്രത്യാശയാണ് ലഭിക്കുവാൻ പോകുന്നത്? ആ ദിനത്തെക്കുറിച്ചും ഓരോ ആത്മാവിൽ നിന്നും വല്ല നഷ്ടപരിഹാരവും കൊടുത്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അവർ സഹായിക്കപ്പെടാത്ത ആ ഒരു ദിനമുണ്ട് എന്നുള്ള കാര്യം നാം ഓർത്തുകൊണ്ട് നമ്മുടെ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ പറയുന്ന ഓരോ മൂർച്ചയേറിയ വാക്കുകളും ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഓരോ പ്രവർത്തിക്കും നമ്മൾ സമാധാനം പറയേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും കരുതിയിരുന്നു കൊള്ളണം. ഈ ലോക ജീവിതം നശ്വരമായിട്ടുള്ളതാണ്, അല്പകാലത്തേക്കുള്ളതാണ്. നമ്മളിവിടെ വിട്ട് പോകുന്നവരാണ്. നമുക്ക് അനുവദിച്ച് തന്ന ദിനരാത്രങ്ങളിൽ നന്മ പറയുവാനും നന്മ ചെയ്യുവാനും സന്തോഷം പങ്കിടുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ആദരിക്കുവാനും അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അങ്ങനെ യഥാർത്ഥമായ ദീനുൽ ഇസ്ലാം ലോകത്ത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ദീനുൽ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുവാനുള്ള തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും ഉണർത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. ജസാക്കുമുല്ലാഹി അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.